കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ ഉടൻ മാറ്റില്ല എന്ന വാർത്തകൾ വരുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ശേഷം മാത്രം അധ്യക്ഷ മാറ്റത്തിൽ ചർച്ച മതിയെന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഇപ്പോൾ ഒരു കെ.പി.സി.സി പ്രസിഡന്റ് മാറേണ്ട സാഹചര്യം ഇല്ല എന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ മായാവിലാസങ്ങളില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ ഒരു കെ.പി.സി.സി പ്രസിഡന്റ് ഉണ്ട്, അയാൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്, അതങ്ങനെ പോകും. ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് ചേർന്നു വിവരങ്ങളുമായി. ഇന്നലെ ശരത്ത് നൽകിയ സൂചനകൾ അനുസരിച്ച് സണ്ണി ജോസഫിനെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും അതുപോലെ മത്സരിക്കുകയും ചെയ്യാനാണ് ആഗ്രഹം. പക്ഷേ ഉടനടി ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്നാണ് ഹൈക്കമാൻഡ് കാര്യങ്ങൾ വിലയിരുത്തുന്നതെന്ന് വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലേ? രീതിയിൽ ആ സമയത്ത് കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റിക്കഴിഞ്ഞാൽ അത് തർക്കങ്ങൾക്കിടയാം. അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് ഒന്നുകിൽ പുതിയൊരു കെ.പി.സി.സി പ്രസിഡന്റ് വേണം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് ചുമതല കൊടുക്കണം. ഇപ്പൊ ഷാഫിൽ പറമ്പിൽ മാത്രമാണ് മത്സരിക്കാത്ത വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ. അദ്ദേഹത്തിന് ചാർജ് കൊടുത്താൽ അത് മുതിർന്ന നേതാക്കൾക്കൊന്നും അത് ഇപ്പോൾ ദഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഉടനടി ഒരു മാറ്റം വേണ്ട. സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ ശേഷം കഴിഞ്ഞ തവണത്തെ പോലെ MMS-നൊക്കെ കൊടുത്ത പോലെ ഒരു താൽക്കാലിക ചുമതല നൽകാമെന്ന അതുവരെ കാത്തിരിക്കാമെന്നാണ് ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനിച്ചത്. ഇന്ന് ദീപദാസ് മുൻഷിയും അതേപോലെ തന്നെ മധുസൂദനൻ മിസ്ത്രിയും കെ.സി. വേണുഗോപാൽ തമ്മിൽ യോഗം നടന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. അതിന് മുമ്പിലേക്ക് കെ.സി. വേണുഗോപാൽ വളരെ വ്യക്തതയോടെ പറഞ്ഞത്, ഇപ്പോൾ തുടക്കത്തിൽ ചർച്ച മറ്റൊരു തരത്തിലേക്ക് പോകുന്നതിന് പകരം ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റിനെ മാറ്റി മറ്റൊരു ഇത്തരത്തിലുള്ള ഘടനാപരമായ ചർച്ചകൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ സമയത്ത് ആ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ തീരുമാനം. അത് തന്നെയാണ് കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു മറുപടി, ഒഴുക്കൻ മറുപടി, അതൊക്കെ മാധ്യമ സൃഷ്ടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുകയാണ്. എന്നാൽ മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളൊക്കെ ഈ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു ചൂണ്ടിക്കാണിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയാതെ പോവുകയാണ് കെ.സി. വേണുഗോപാൽ ചെയ്തത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, താൽക്കാലിക ചുമതല വരും. പക്ഷേ അത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. തനിക്ക് ചുമതല നൽകുമ്പോൾ തന്നെ മറ്റ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരായ 3 വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരിൽ ഇതിൽ 2 പേരും മത്സരിക്കുന്നുണ്ട്. മത്സരിക്കാത്തത് ഷാഫി പറമ്പിൽ മാത്രമാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ആനന്ദെ അത്തരമൊരു ചുമതല നൽകുന്നതിനോട് വളരെ എതിർപ്പ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു ചർച്ച ഉടനെ വേണ്ട. ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരട്ടെ, തെരഞ്ഞെടുപ്പ് വരട്ടെ, അവസാനഘട്ട പട്ടിക വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയത്. ആനന്ദ്.